അല്ല പേടിക്കണ്ട, നിങ്ങൾ അങ്ങനെ ചോദിക്കാനൊന്നുമില്ല. എന്നോട് ചോദിച്ചു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മള് മുമ്പ് 2-3 പേരോട് ചോദിച്ചിട്ടുള്ളതാണ്. പ്രണയം, സ്നേഹം, കാമം, എന്താണ് വ്യത്യാസം? എന്നോട് നിങ്ങൾ നല്ല പണിയെടുക്കും തിരിച്ചു. നമുക്കത് അത് സൂം ചെയ്തിരുന്നു. എല്ലാവരും എത്രയോ ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. ഓഷോ ഒക്കെ സംസാരിച്ച് വെച്ചിട്ടുള്ളൊക്കെ അവിടെ കിടക്കല്ലേ. ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്തറിഞ്ഞിട്ടാണ്? നിങ്ങൾ പ്രണയത്തിനെ പറ്റി ചോദിക്കൂ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും എന്നെ നല്ല ഫിലോസഫി പറയാൻ പോയി. എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? പ്രണയത്തെ പറ്റി എന്താ അറിയണ്ടേന്ന്? പ്രണയത്തിൽ ഒരു കൂട്ടിൽ നിന്ന് നിലാവുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്തിരുന്നു, കിട്ടിയിട്ടില്ല. കൂട്ടിൽ നിന്നൊരു നിലാവുണ്ട്. അത് അങ്ങനെ റിയാക്ഷനും കുറച്ച് ബുദ്ധിയൊക്കെ വേണം. എനിക്ക് പ്രണയം പോയട്രി പോലെയാണ്. അത് എനിക്ക് അതിനോടെല്ലാം എനിക്ക് റീഡിഫൈൻ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊന്നും അറിയില്ല. നല്ലതല്ലേ? നല്ലതാണ്, വളരെ നല്ലതാണ്. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് പോലെ പറഞ്ഞു തരണോ? അതായത് കൃത്യമായിട്ട്. അല്ലാതെ ഇപ്പം നമുക്ക് എന്തൊക്കെ ഫിലോസഫി പറയാം. നിങ്ങളിപ്പോൾ ഈ ചോദിച്ച ചോദ്യം എനിക്ക് 100 രീതിയിൽ ഡൈവേർട്ട് ചെയ്യാനും അറിയാം. പക്ഷെ അങ്ങനെയൊന്നും അല്ല തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. പ്രണയം ഒരു പോയട്രി എന്നുള്ള ഒരു എന്തറിയോ, ഇതിന് ഒരു ഡെഫിനേഷൻ ഉണ്ടെന്ന് വിചാരിക്കുന്നവരെല്ലാം ഭയങ്കര മണ്ടത്തര കാണിക്കുന്നു. നമുക്കിതെല്ലാം പറയാന്നേ ഉള്ളൂ. നിങ്ങൾ ബെറ്റർ അല്ല. പക്ഷെ ഞാൻ ആ ചോദ്യത്തെ എന്താണെന്നറിയാം, അങ്ങനെ ചോദ്യം. അതായത് ഭയങ്കരമായിട്ട് ആളുകൾ കൺഫ്യൂസ് ആയി പോകുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ ആണ് ഇത് മൂന്നും. അത് സ്നേഹത്തിന് പ്രണയമായിട്ടും കാമത്തെ പ്രണയമായിട്ടും പ്രണയത്തെ കാമമായിട്ടൊക്കെ തെറ്റിദ്ധരിക്കുന്നല്ലോ. sleep twice, same river twice, same sleep അല്ലേ? കുറച്ചുകൂടി അല്ലെങ്കിൽ ഒരു പുസ്തകം 2 പേർക്ക് ഒരിക്കലും ഒരേപോലെ വായിക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും വേറെ വേറെ പോലെ ഉള്ള കാര്യമല്ലേ. ഞാൻ പ്രണയത്തിന് കൊടുക്കുന്ന ഡെഫിനേഷൻ തന്നെ ആവില്ല നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാൻ പറ്റണമെന്നില്ല. എനിക്ക് ഒട്ടും ബുദ്ധിയില്ല. അങ്ങനെയല്ല, നിങ്ങളത് എനിക്കും കിട്ടണമെന്നില്ല. അതിൻ്റെ അതെങ്ങനെ നമ്മുടെ ഹൃദയത്തിനോട് തുന്നി വെക്കുന്നു എന്നുള്ളതിന് വേറെ വേറെ തന്നെ ഡെഫിനേഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയോ അതുപോലെ. അല്ലാതെ പ്രണയത്തിന് അങ്ങനെ നിർവചിക്കാൻ പറ്റുമോ? അതായത് നമ്മളിവിടെ നിങ്ങൾക്ക് സൗഹൃദത്തിൽ പ്രണയം കണ്ടുപിടിക്കാൻ അറിയോ? അല്ല, എനിക്ക് എന്റെ ഡെഫിനേഷനൊക്കെ ഭയങ്കര മോശമാണ്. എന്റെ ഡെഫിനേഷൻ ഞാൻ പറയാം. അതായത് ഒരു സ്നേഹത്തില് എക്സ്പെക്ടേഷൻ ഇല്ല, പ്രണയത്തിൽ അതുണ്ട് കുറച്ചൊക്കെ. സ്നേഹത്തിൽ എക്സ്പെക്ടേഷൻ ഇല്ലേ? കവി ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോ നമ്മള് മക്കളെ സ്നേഹിക്കുന്ന എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ ചില ഫിലോസഫികൾ നമുക്ക് ഇങ്ങനെ പറയാം. അല്ല, എന്നാലും എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചു പോകും. അങ്ങനെ ഇപ്പൊ ഏറ്റവും പ്യൂർ ആയിട്ട് നമ്മൾ പറയുന്ന അമ്മേന്റെ സ്നേഹത്തിനെ പറ്റി പറയും. എക്സ്പെക്ടേഷൻ ഇല്ല എന്നുള്ളതല്ല അപ്പോഴും, പക്ഷെ പക്ഷെ എന്നാലും അത് മീറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ സ്നേഹിക്കും. എനിക്ക് സ്നേഹത്തിലല്ല എക്സ്പെക്ടേഷൻ എല്ലാം ഉണ്ടാവലുണ്ട്. എക്സ്പെക്ടേഷൻ ഉണ്ടെന്നല്ലേ പറയുന്നത്, പക്ഷെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ അത് നിൽക്കുന്നില്ലല്ലോ. ശരി, അങ്ങനെ ചിലത് എക്സിസ്റ്റൻസ് മതിയെന്ന് അവരവിടെ ഉണ്ട്. ഇപ്പൊ താജ്മഹൽ ഇത് കണ്ടോണ്ടിരിക്കലല്ലേ. നമ്മളൊരു അസ്തമനം എന്നെല്ലാം പറഞ്ഞാൽ നമ്മളത് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ആ 2 ഏക്കർ നമ്മൾ മേടിക്കാനാണ് നോക്കുക ആളെന്നിട്ട്. അതൊന്നുമല്ലല്ലോ. മീൻസ് ആ ഫ്രെയിം അതവിടെ ഉണ്ട്. അതിങ്ങനെ കണ്ട് നിന്നാ പോരെ. നമ്മുടേതാക്കാൻ നമ്മുടേതാണ് അങ്ങനെ ഉണ്ടോ ശരിക്കും? അത് ഇന്നൊരു നമ്മുടേതാക്കാൻ ആഗ്രഹിക്കുന്നതാണ് കാമം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് അല്ലെങ്കിൽ പ്രണയത്തിൽ അത് വേണമെന്നില്ല, പക്ഷെ എന്നാലും എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഞാനതാ പറഞ്ഞേ, പ്രണയം പോയട്രി പോലെ എന്ന് പറയുന്നത്. ഞാനത് പ്രണയം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റി ലൈബ്രറി ഓഫ് ഹാപ്പിനെസ്. പ്രണയം പ്രൊജക്ഷൻ ആണോ എന്ന് വെച്ചാൽ നമ്മളൊരാളെ പ്രേമിക്കുന്നതോ പ്രണയിക്കുന്നതോ, ഞാൻ ഇതൊക്കെ കുറച്ച് പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ടായിട്ടാണ് ചോദിക്കുന്നത്. അതൊരു അൺകോൺഷ്യസ് ആയിട്ടാണോ? ഇപ്പം ഇവിടെ നമ്മൾ യുക്തിവാദികളുമായിട്ടൊക്കെ സംസാരിച്ചപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ പ്യുവർലി കോൺഷ്യസ് ആയിട്ട് പ്യുവർലി ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പ്രണയിക്കാൻ കഴിയുമോ? റാഷണലായിട്ട് ഒരാൾക്ക് പ്രണയിക്കാൻ കഴിയുമോ?
റാഷണൽ ആയാലും പ്രണയിക്കാനേ തോന്നൂലായിരിക്കും. അല്ലേ? അങ്ങനെയല്ല, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെയോ അങ്ങനെ എന്നുള്ള പോലെ അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ പോലെ തന്നെ. അത് പിന്നെ ഒരാൾ തന്നെ 2-3 പ്രണയങ്ങൾ ഉണ്ടാവില്ലേ, ഒന്നിച്ചല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം വേറെ പോലെ ആവും. കാരണം ആദ്യത്തെ പ്രാവശ്യം ഇതിന്നൊരു അനുഭവം കൂടെ കിട്ടില്ലേ. അപ്പൊ അതിലത്തെ മിസ്റ്റേക്കുകൾ നിങ്ങൾ രണ്ടാമത് ഉണ്ടാക്കാൻ നോക്കില്ലായിരിക്കും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കി വളരെ സ്കെപ്റ്റിക് ആയിട്ടുള്ള ഒരാളാണല്ലോ. പിന്നെ ഇങ്ങനത്തെ ഒരു സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കുറേയൊക്കെ ഒരു ഒബ്ജക്ടിവിറ്റിയും സബ്ജക്ടിവിറ്റിയെ പറ്റിയൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ് എൻ്റെ. ഞാനത് എന്താണെന്നറിയോ, എനിക്ക് പ്രണയത്തിനെ പറ്റിയിട്ട് പറയാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് പോയട്രി ഇങ്ങനെ ഇതിനെപ്പറ്റി വായിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഒരു പ്രണയം ആണ് സബ്ജക്റ്റ് ഉള്ളതുകൊണ്ട് പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു നമ്മൾ ഈ ഡിവൈൻ എന്നുള്ള വാക്കിൽ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു പ്യുവർ സ്പേസ് ആണ് അത്. എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് എനിക്കിന്ന് വാല്യൂ ഉണ്ട്. ഞാനും പ്രണയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ സ്പേസിന് ഞാൻ അങ്ങനെ ഇങ്ങനെ പൊതിഞ്ഞങ്ങനെ വെച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ അത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തുവിടാൻ തോന്നുന്നു. ഇപ്പം എൻ്റെ വ്യൂ അല്ലേ, അത് ഡിസർവ് ചെയ്ത ആള് എന്നെ പ്രണയിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ എൻ്റെ നമ്മുടെ കൂടെയുള്ളവർ. ഞാൻ പറയുന്നത് അത് എപ്പോഴെങ്കിലും ഇനി ഒരു സമയത്ത് എഴുതാൻ നോക്കുമായിരിക്കും ഞാൻ. അല്ലാതെ പിന്നെ ഇതിന് അങ്ങനെ ഒരു ഡെഫിനിഷനേ ഇല്ലാന്ന് ഞാനതാ പറഞ്ഞു. ഒരാളുടെ 1-2 പ്രണയം ഒരാൾക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതന്നെ വേറെ വേറെ പോലെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രണയത്തിന് ജനറൽ ആയിട്ടൊരു ഡെഫിനിഷൻ കൊടുക്കുന്നത്? നിങ്ങളെ പോലെ പ്രേമിക്കാൻ നിങ്ങൾക്ക് തന്നെ പറ്റുള്ളായിരിക്കും. അല്ല, അത് ഈ പറഞ്ഞ പോലെ ഒരു ഈ ലാംഗ്വേജിന്റെ ലിമിറ്റേഷൻസ് അല്ലേ? ആർക്ക്? ലാംഗ്വേജിന്. അതായത് ഇപ്പം വാക്കുകൾക്കൊന്നും എല്ലാ ഐഡിയാസും ഒന്നും കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കുറേയൊക്കെ അതിലൊക്കെ മെറ്റഫോർ ഉണ്ടല്ലോ. അല്ല, പറ്റും. വാക്കുകൾക്ക് ഉള്ളതിനെ കൂടുതൽ നന്നായിട്ട് പറ്റും, പ്രകാശിപ്പിക്കാനും പറ്റും. ഭാഷ കൊണ്ട് നമ്മളാണ് തോറ്റു പോകുന്നത്. ഒന്നുകൂടി പറയോ, ഒന്ന് കുറച്ചുകൂടി ഡെപ്തിൽ പറയോ? എനിക്കത് ഒട്ടും മനസ്സിലാവുന്നില്ല. ബേസിക്കലി നമ്മൾ ഈ മെറ്റഫോർ എന്ന് പറയില്ലേ, മെറ്റഫോർ എന്ന് പറയുന്നത് അതിനൊരു ഒബ്ജക്റ്റീവ് മീനിങ് ഇല്ലാത്തൊരു സാധനമാണല്ലോ. മെറ്റഫോറിന് ഉള്ളതിനേക്കാളും കൂടുതൽ കാണിച്ചു കൊടുക്കാനും ഡയമെൻഷൻസ് കൊടുക്കാനും പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പെയിന്റിങ്, ആ തമിഴ് പാട്ടിലുണ്ടല്ലോ, ഓവിയത്തിൻ ജീവനെങ്കയുള്ളത് ഒത്തുപാക്കുമാളിൻ കണ്ണിലുള്ളത്. ഓവിയം എന്ന് പറഞ്ഞാൽ ചിത്രം, പൂവാസം പുറപ്പെടുന്ന അതില് ഓവിയത്തിന്റെ ജീവൻ എവിടെയുള്ളത്, ചിത്രത്തിന്റെ കാണുന്ന ആളുടെ കണ്ണിലാന്ന് പറയും. അതുപോലെ ഒരു മെറ്റഫോറിന്റെ ഒരു ഗുണം, അതിപ്പോൾ മോഡേൺ പെയിന്റിംഗ് അല്ല, നമ്മൾ അതുപോലെ പറയാം. നിങ്ങൾ 10 ആള് 10 രീതിയിൽ കണ്ടിട്ട് തന്നെ വ്യാഖ്യാനിക്കുക. എഴുതിയ ആള് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു വ്യാപ്തിയും കൂടെ ഭാഷക്കുണ്ട് അല്ലെ? പിന്നെ നമ്മൾ മെറ്റഫോറിന് അങ്ങനെ കളിയാക്കണം. നമ്മൾ ഭാഷയെ ഉപയോഗിക്കുന്നതിന്റെ ലിമിറ്റേഷൻ ആയിരിക്കും. സി, ഇവിടെ റുമിയൊക്കെ ഇല്ലേ, ജിബ്രാനൊക്കെ ഇല്ലേ, ആറ്റിക്കസ് ഒക്കെ ഇല്ലേ. പക്ഷെ ഞാൻ ഈ പറയുന്നത് പ്രണയം എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഇപ്പൊ നമ്മളൊരു അതിന് പേര് കൊടുത്തിട്ടുണ്ട്, പ്രണയം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഭാഷയ്ക്ക് വഴങ്ങാത്ത അല്ലാന്നാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഇവരെല്ലാരും പറഞ്ഞു വെച്ച പ്രണയം നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നിട്ടുണ്ടാവില്ല ഒരു സമയത്ത്. അല്ലെങ്കിൽ ഈ ഫീലിങ്ങിന് ഇങ്ങനെയും നിർവചിക്കാന്നൊക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനതാ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തത്, ആൾക്കാർക്ക് കണക്ട് ആവാൻ. അപ്പൊ അത് എത്രത്തോളം ഡയമെൻഷനിൽ ഇങ്ങനെയും പ്രണയിക്കാം എന്നല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബി ദ ലവ് യു നെവർ റിസീവ്ഡ് എന്ന് പറയുന്നൊരു, അതായത് അപ്പം നിങ്ങൾക്ക് ആ പുസ്തകം കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളത് എഴുതുക. നിങ്ങളിങ്ങനെ ഇപ്പം ഞാൻ പറയാം, നിങ്ങളൊരു പുസ്തകം ലിറ്ററേച്ചറും വായിക്കാത്ത ഒരാൾക്ക് നിങ്ങളുടെ പ്രണയമാണ് ലോകത്തിൽ ഏറ്റവും വലിയ പ്രണയം എന്ന് ആലോചിക്കാൻ ഇഷ്ടമായിരിക്കും. നല്ലത് തന്നെ. പക്ഷേ ഇത് ഏറ്റവും വലുതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്യണ്ടേ. അപ്പൊ ആ വീക്ഷണം നിങ്ങൾക്ക് ഈ പറയുന്ന പോയട്രിയും സിനിമകളും പുസ്തകങ്ങളൊക്കെ തരുമായിരിക്കും. ഇങ്ങനെയും പ്രേമിച്ച ആളുണ്ട്, അല്ലെങ്കിൽ പ്രേമിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിങ്ങനെ കൺസീവ് ചെയ്ത ആളുണ്ട്. അപ്പൊ അതിലും മുകളിൽ നിങ്ങളുടെ പ്രണയം നിൽക്കണമെന്നുണ്ടെങ്കിൽ, അതിലും പ്യുവറായി നിങ്ങളുടെ പ്രണയം നിൽക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നിങ്ങൾ അറിയേണ്ടതുണ്ട്. ആ അറിയലിൽ നിങ്ങൾ ഈ വേണ്ട നെഗറ്റിവിറ്റി എല്ലാം പഠിക്കേണ്ടി വരും. അതുണ്ടല്ലോ. സോ അപ്പൊ നമ്മള് ഭാഷേനെ അതൊന്നല്ലെന്നേ, എന്നിട്ട് ഇതൊന്നും അല്ലാത്തൊരു അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ബെസ്റ്റ് വേർഷൻ കണക്ട് ചെയ്തിട്ട് നിങ്ങളൊരു പ്യുവറസ്റ്റ് ഫോം ഓഫ് ലവ് ഉണ്ടാക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതൊരു പ്രാവശ്യം ജീവിക്കണം ഒരു ജീവിതത്തിൽ. നിങ്ങൾ നേരത്തെ പറഞ്ഞ ബാക്കിയെല്ലാം ആയിക്കോട്ടെ, അതെല്ലാം ഉണ്ടാവും. ഇപ്പൊ കാമായിക്കോട്ടെ, ബരന്തല ചോദിച്ചിന് ഇഷ്ടമാണ്, ഇതെല്ലാം നിങ്ങൾ ഇനിയും കുറെ ഉണ്ടല്ലോ. ഇതെല്ലാം നിങ്ങൾ കൂട്ടി വെച്ചോ. പക്ഷെ ഒരു ദിവസമെങ്കിലും യു ഹാവ് ടു ലിവ് ദിസ് പോയട്രി. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ
തുന്നി വെച്ച ഒരു ഉടുപ്പുണ്ടല്ലോ, അത് ഒരിക്കലെങ്കിലും ജീവിക്കണം എന്ന് ഞാൻ പറയാം. അതില്ലെങ്കിൽ വലിയ ഒരു ഒരു നഷ്ടം. ചിലപ്പോൾ അത് 2 ദിവസമോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇൻഫിനിറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവട്ടെ. പിന്നെ നമ്മൾ കുറച്ച് ക്രൂവലായിട്ടുള്ള തിരിച്ചറിവുകളും ഉണ്ട്. അതായത് നമ്മളിത് മനഃശാസ്ത്രപരം അങ്ങനെ നോക്കണ്ട. അതായത് ഇതിൻ്റെ ഫിലോസഫി എല്ലാം ഒരു പരിധി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. എല്ലാത്തിനും പോരായ്മകളും ഉണ്ട്. പക്ഷെ നമ്മളത് കീറി മുറിച്ച് അതിൻ്റെ കാര്യകാരണങ്ങൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അങ്ങനെയൊക്കെ മുറിച്ച് നോക്കിയാൽ പെയിനാണ് അവസാനം നിൽക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും യു ഹാവ് ടു ലിവ് ദാറ്റ് മൊമെൻറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഫോർ എവർ ഐഡിയ അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യില്ല അതിൽ. അതുകൊണ്ടാണ് ഞാനതൊരു കുറേ പേരെ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ പറയുന്നത് വിശ്വസിക്കുന്ന ഒരു 10 പേരുണ്ട് വിചാരിച്ചോ. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ ഒരു ഹോപ്പ് ഇല്ലാണ്ടാക്കണ്ടല്ലോ പറഞ്ഞിട്ടാണ് ഞാൻ കുറേ ഹെസിറ്റേറ്റ് ചെയ്തത്. എനിക്കിതിനെ ശാസ്ത്രീയമായി എന്നുള്ളതല്ല, കുറച്ചുകൂടി അപഗ്രഥിക്കാൻ അറിയുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ ടച്ച് ചെയ്തൊരു വിഷയമാണ് പുസ്തകത്തിലുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ കൊണ്ടാടുന്ന പ്രണയത്തിലുള്ളവരെല്ലാം പെയിനിലാണ്. കൃഷ്ണരാധ എന്നാണ് പറയുന്നത്. കൃഷ്ണനെ രുക്മിണിനെ പറ്റിയിട്ട് ആരും പറയുന്ന കേൾക്കലില്ല. എന്നിട്ട് രാധ തീരുന്നിടത്ത് രുക്മിണി വരുന്നിടത്ത് പിന്നെ രാധേനെ ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു ജയകൃഷ്ണനും ക്ലാരയും നമ്മളെ വിസ്മയിപ്പിക്കുന്നത് അവരെ ദൂരത്ത് നിന്നിട്ട് അകലെ ഓർമ്മിപ്പിക്കുമ്പോഴാണ്. ഒന്നായ കഥകൾക്ക് അത്ര പ്യുവറായിട്ടുള്ള ഒരു മെമ്മറി എപ്പോഴും കൊണ്ടെടുക്കാൻ പറ്റുമെന്നുള്ളതില്ല. അത് വേറൊരു ലെവലിലേക്ക് പോകും. അവർ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായി, ശരി, അങ്ങനെ അതൊക്കെ ഉണ്ട്, അത് നല്ല കഥ തന്നെയാണ്. പക്ഷേ അകലം ആണ് ഏറ്റവും പ്യൂറസ്റ്റ് ഇതായിട്ട് ഇൻറ്റൻസ് ഇമോഷൻ തരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ചിലപ്പം നമ്മൾ പലപ്പോഴും ഈ നൊസ്റ്റാൾജിയ എന്നെല്ലാം പറഞ്ഞ് ആലോചിക്കുമ്പോൾ അതിൽ അന്നത്തെ ആ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്നൊരു പ്രണയം, അന്ന് നഷ്ടപ്പെട്ടൊരു പ്രണയം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അതിന് ഏറ്റവും കൂടുതൽ പോയട്രി ആയത് അവിടെ ആയിരിക്കണം. ഈ ഒന്നായ കഥയെന്നായിരിക്കില്ല. അവിടെ ഐ ഡോണ്ട് തിങ്ക് മെനി പീപ്പിൾ മെനക്കെടുന്ന് പോയട്രി പോലെ അത് എഴുതാൻ. ജീവചരിത്രങ്ങളിൽ ഒരു അധ്യായം എന്നുള്ള പോലെ ഉണ്ടാവുന്നല്ലാതെ ഞാനത് ചെറുതാക്കാൻ പറയുന്നതല്ല. ഇതൊക്കെ എത്ര വേണം നമുക്ക് വിമർശിക്കാനും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പറയാൻ പറ്റിയ കാര്യമാണ്. ഞാനൊരു റൈറ്റർ ആസ്പെക്റ്റിലാണ് ഇതിങ്ങനെ ആലോചിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോയട്രി ഉണ്ടായിട്ടുണ്ടാവില്ല അതിനെ പറ്റിയിട്ടായിരിക്കണം, അങ്ങനത്തെ നൊമ്പരങ്ങളുടെ കൂട്ടത്തിൽ. ആൻഡ് ദെൻ ഒരു വാട്ട് ഈഫ് അവിടെ വെച്ചിട്ട് ഇഫ് യു റീവിസിറ്റ്, ഒരു വാട്ട് ഈഫ് വെച്ചിട്ട് ഇഫ് യു റീവിസിറ്റ്, അതങ്ങനെയല്ല, അത് ഒന്നായി. ആൻഡ് ദെൻ ദിസ് പോയട്രി ഡസന്റ് എക്സിസ്റ്റ്. സോ വിച്ച് ഇസ് ഗുഡ്? ഒന്നാമത്തത് അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഡെഫിനേഷനിൽ 5 ഒരു 4 ആണ് മെയിനായിട്ട്. ഒരു തരം അങ്ങനെ ഒരു വേറെ പ്രണയം ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പോട്ടെ, ഇത് വേറെ എവിടെയെങ്കിലും പോകും. നിങ്ങൾ വേറെ തന്നെ ചോദ്യം ചോദിച്ചോ. നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾക്ക് വേണ്ട എന്തോ കുരുത്തം കണ്ട് ഉത്തരായിരുന്നു എന്നല്ല എനിക്ക് മനസ്സിലായി. അല്ല, കള്ളം പറയുന്ന തീർച്ചയായിട്ടും ഞാൻ ചോദ്യത്തിലോട്ട് തിരിച്ചു വരും. കൊണ്ടുവാ. ഞാൻ ചോദിച്ച ചോദ്യം, ലവ് പ്രണയം അൺകോൺഷ്യസ് ആണോ പ്രൊജക്ഷൻ ആണോ എന്നാണ് ചോദിച്ചത്. അതിന് ഉത്തരം തന്നില്ല. അൺകോൺഷ്യസ് ആണോ എന്ന് ചോദിച്ചു. ചോദ്യം ശരിയല്ല, എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. എന്തെല്ലോ വാക്ക് ഇടക്കിടക്ക് പറയും. അതെല്ലാം മര്യാദക്ക് പറഞ്ഞാൽ എന്തെന്നാണ് ചോദിക്കുന്നത് മനസ്സിലാവണ്ടേ? അതായത് പറയില്ലേ പ്രൊജക്ഷൻ, അതായത് നമ്മളുടെ ഒരു അൺകോൺഷ്യസ് സൈഡിന്റെ പ്രൊജക്ഷൻ ആണ് നമ്മൾ മറ്റേ ആളുകളെ കാണുന്നതെന്നൊക്കെ, പ്രണയിക്കുന്ന ആളുകൾ കാണുന്നതെന്നൊക്കെ പറയില്ലേ. നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് അറിയാത്ത പോലെ പറയുന്ന. ഞാനൊരു ആരോടും പറയാത്തൊരു കാര്യം പറയാം. ഇതിനെന്തെങ്കിലും പ്രശ്നത്തിലാവുമെന്ന് തോന്നാരകം, എന്നാലും പറയാം. എനിക്ക് ഇത് പറഞ്ഞാൽ ദ്രോഹമില്ല. ഇത് എന്നെ അറിയുന്ന കുറച്ച് പേർക്കറിയാം. എനിക്ക് ശബ്ദത്തിന് ഭയങ്കര അട്രാക്റ്റഡ് ആവും ഞാൻ. ഓക്കെ, അങ്ങനെ വെച്ചാൽ ക്രഷ് എന്നൊക്കെ പറയുന്ന പോയിന്റ് ഇല്ലേ, എനിക്ക് ശബ്ദം. അപ്പം ഞാൻ തീരെ ചെറിയപ്പം ഇത് ഇങ്ങനെ എനിക്ക് ട്രോളെല്ലാം വരുമെന്തോ, അൽക്ക യാഗ്നിക്. അപ്പോൾ അവരെ കസമത്ത് സേത്തുമാണോപ്പാ ഏതോ അവരെ പാട്ടുകൾ ഇത് കേട്ടിട്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം അവരെ. എന്നിട്ട് ഞാൻ ഇതെങ്ങനെ പറയുന്നത് വെച്ചാൽ, ഞാൻ 4 വർഷം മുമ്പ് വരെ മറ്റോ അവരെ ഫോട്ടോ കണ്ടിട്ടില്ല.
അതായത് അവരെങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. അറിയണ്ടെന്ന് പറഞ്ഞിട്ടാ. എനിക്ക് അവരുടെ ശബ്ദം ഭയങ്കര ഒരു പ്യുവറായിട്ടുള്ള, അതായത് പിയേഴ്സ് ചെയ്യുന്ന പോലെ, ഇന്നൊരു ഇമോഷനൊന്നും അല്ല, ഒരു പ്രണയം. അങ്ങനെ ശബ്ദം ഉള്ള ഒരാള് എന്നിട്ട് കണ്ടിട്ട് ആ ഗ്രേസ് കൂടും വേണ്ട കുറയും വേണ്ട ഒന്നും വേണ്ട, എന്നിട്ട് അത് അവിടെ വെച്ചിരിക്കാം. Then I heard of this is Nightfall, എവർഗ്രീൻ പറഞ്ഞിട്ടൊരു ആക്ട്രസ് ഉണ്ട്. എവർഗ്രീൻ ഈവ എന്ന് എഴുതും. അങ്ങനെ എവർഗ്രീൻ. സോറി, ക്ഷമിക്കണം, പ്രൊനൗൺസിയേഷൻ കുറച്ച് അലങ്കാരികമായി. അവരെ പറ്റിയിട്ടൊക്കെ അങ്ങനെ പറയാൻ തോന്നുള്ളൂ ആ ശബ്ദം. എന്നിട്ട് എവർഗ്രീൻ. അപ്പൊ അവരെ സിനിമ ഞാൻ കണ്ടിട്ടൊന്നും എനിക്കൊന്നും, അവരെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ സിനിമ ഇനിയിപ്പോ എന്താ, അത് നല്ല ഭംഗിയുള്ള ചേച്ചിയാണ്. എന്നിട്ട് ചേച്ചി അത്രേ. എന്നിട്ട് പിന്നെ എന്നിട്ട് അവരുടെ, അപ്പോൾ അത് ഓക്കെ, ആക്ടിങ് ഒരു ഫ്രഞ്ച് ആക്ട്രസ്, ഒറിജിനൽ ആക്ട്രസ് ആണ് അവർ. എന്നിട്ട് ഞാൻ അവസാനം ഐ ഹേർഡ് നൈറ്റ്ഫോൾ പറഞ്ഞിട്ട്, അത് ഇതെല്ലാം പരസ്യാന്നല്ലോപ്പാ, കുഴപ്പമില്ല. കാം എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ടായിരുന്നു, ഒരു സ്ലീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള. അപ്പം ഞാൻ അന്ന് സ്ലീപ്പ് ഫാക്ടറി എന്ന് പറഞ്ഞ കോണ്ടന്റ് എഴുതാണ്. അപ്പോൾ ഐ നീഡഡ് ടു പിന്നെ എഴുതി വെച്ചതെല്ലാം ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് റിസർച്ച് ചെയ്യാണ്. അപ്പോഴാണ് ഞാനിന്ന് മോഡേൺ ഇതിപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഒരു ഓഡിയോ ബുക്ക് ചെയ്തതാണ്. നൈറ്റ് ഫോൾ എന്നാണ് അതിന്. പലവരിങ്ങനെ പറയും ഗുഡ് ഈവനിങ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഒരു വാസ് ടോട്ടലി ബ്ലഡി അഡിക്റ്റഡ് ടു ഇറ്റ്. എനിക്ക് അവരോടുള്ള റെസ്പെക്റ്റ് ഒരു 10 ഇരട്ടി കൂടി. എവർഗ്രീൻ എന്ന് പറയുന്ന അവരോട് എനിക്ക് ഉണ്ടായിരുന്നൊരു, നമുക്ക് അല്ലെങ്കിൽ എനിക്ക് റെസ്പെക്റ്റ് തന്നെ ആയി, ഭയങ്കര റെസ്പെക്ട് ആ ശബ്ദം കൊണ്ട്. ഇന്ന് തന്നെ ഒരു ഫ്രഞ്ച് ഒറിജിനൽ ഒരാൾ ഇംഗ്ലീഷ്, അതായത് വേറെയും കുറേ കാര്യങ്ങളുണ്ട്, എങ്ങനെയാണ് ടൊണാലിറ്റി എങ്ങനെ ക്രമീകരിക്കുന്നത്, അവർക്ക് പൊതുവെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് അതിലുണ്ട്. ഇപ്പോഴും പിന്നെ ചിലപ്പോൾ ഒരു നല്ല രീതിയിൽ പാട്ട് പാടുന്ന എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. എന്നാൽ പിന്നെ അത് പിന്നെ വേറൊരു രീതിയിലേക്കൊന്നും ഞാൻ ആലോചിച്ചിട്ട് കൊണ്ടുപോലൊന്നും അല്ല, എനിക്കത് അങ്ങനെ പ്രണയിക്കാൻ അറിയാം. അപ്പൊ അവിടെ എന്ത് പ്രൊജക്ഷനെ പറ്റിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അല്ല, നിങ്ങൾ മേ ബി ദാറ്റ് ഇസ് സംതിങ് യുവർ അൺകോൺഷ്യസ് പേഴ്സണാലിറ്റി. എന്തോന്ന് അങ്ങനെയില്ലേ, നിങ്ങളല്ലേ പറഞ്ഞ ആൾട്ടർ ഈഗോ. ആൾട്ടർ ഈഗോ നിങ്ങളുടെ ഇന്റർവ്യൂല് പറഞ്ഞല്ലോ, ആൾട്ടർ ഈഗോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ ബന്ധം? അപ്പൊ നമ്മൾ പറയില്ലേ, അതായത് ഒരു നമ്മുടെ എൻറ്റയർ ഓപ്പോസിറ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളുമായിട്ട് നമുക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നൊക്കെ പറയില്ലേ. നമ്മളുടെ ഇപ്പൊ നമ്മളൊരു യങ്ങിയൻ പേഴ്സണാലിറ്റി ടൈപ്പ് ഒക്കെ എടുത്തു നോക്കുകയാണ്. അപ്പൊ നമ്മുടെ കോൺഷ്യസ് പേഴ്സണാലിറ്റി will get attracted to somebody who has our unconscious personality. അതാ ഞാൻ പറയും, ഇതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എന്താ അറിയോ, ഞാൻ പറഞ്ഞ ഇത് എനിക്ക് ഇങ്ങനെ വേറെ ആർക്കെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ശബ്ദത്തിനെ കൊണ്ട് ഒരു ഭയങ്കര ഒരു സൂത്തിങ്, ഒരു റെസ്പെക്റ്റ് ആണ് അതിൽ കുറെ കൂടുതൽ ഉണ്ടാവുക. മനസ്സിലായേ? ഞാൻ അവിടുത്തെ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ, ഇവിടത്തൊക്കെ പറഞ്ഞ പിന്നെ അവരെ ട്രോളല്ലേ, അത് വേണ്ട. എന്നിട്ട് പിന്നെ എനിക്ക് ഇപ്പോൾ ഇത് കുറേ രീതിയിൽ മാറുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു അട്രാക്റ്റീവ്, ഇവര് നല്ലതല്ലേ, അത്രയൊക്കെ ഉണ്ടാവില്ല. ചിലപ്പോൾ സാത്വികം പോലെ ആയിരിക്കും അല്ലേ, അത് രജനീകാന്തിന്റെ രീതിയിൽ. ഇപ്പൊ സാത്വികം, ഭാവം എന്നാണ്, കാമദായകം, 3 രീതിയിലാണ്. ഓക്കെ, വിടും. എന്നിട്ട് നമ്മള് ഇപ്പം ഇന്റലക്ച്വൽ ഒരു സംഭവമില്ലേ, എനിക്ക് സംസാരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. ശബ്ദം, സംസാരം, പിന്നെ ഇന്റലക്ച്വൽ, പിന്നെ നമുക്ക് എന്തിലും പ്രണയം കണ്ടുപിടിക്കാന്ന് പറയുന്ന പോലെ. അപ്പോൾ പക്ഷെ ഞാൻ പറയുന്നത് ജനറലി, നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിച്ചു, അത് ഇങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്കറിയാവുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റും. പിന്നെ ബ്രെയിൻ ഈസ് ദ ന്യൂ സെക്സി എന്ന് പറയുന്ന ഒരു പോലെ, എനിക്ക് ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളെ ഭയങ്കര റെസ്പെക്ട് ആവും, ഭയങ്കര ഇഷ്ടമാവും. പ്രണയം എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ ആവണമെന്നില്ല, അങ്ങനെ റെസ്പെക്ട് ആയാലും. ശബ്ദം ഞാൻ പറഞ്ഞു, ഇന്റലിജൻസിന്റെ കാര്യം ഞാൻ ഡെഫിനറ്റ്ലി പറഞ്ഞു. അപ്പം ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന്, അതായത് ഈ കുറേയൊക്കെ നമുക്ക് ഈ ഞാൻ ചോദിക്കുന്ന, ഐ എം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു അണ്ടർസ്റ്റുഡ്. അതായത് ഒരു കോൺഷ്യസ് ആയിട്ടല്ല, നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അതൊക്കെയാണല്ലോ ഇറാഷണൽ ഇത് പറയുന്നത്. ഈ നമ്മൾ വളരെ ഇറാഷണലായിട്ട് ചെയ്യുന്നൊരു സംഗതിയാണോ പ്രണയം എന്നാണ് ഈ ചോദിക്കുന്നത്. കാര്യം ഒരു
തോളത്തിങ്ങനെ കഴിച്ച് 2 വരിയിൽ എനിക്ക് പറഞ്ഞുതരാൻ അറിയാം ഇതിന്റെ ഉത്തരം. എനിക്കറിയാം, എനിക്കറിയാം. അതാ ഞാൻ പിന്നെ അത് ചോദിച്ചത്. നിങ്ങളെ കൺവിൻസിങ് ചെയ്യുന്ന എനിക്കറിയാം. അത് ഇപ്പൊ വേണ്ട. അല്ലെങ്കിൽ ഞാൻ പിന്നെയും ചോദിക്കോ? അത് ഞാൻ ശരി. ഇപ്പൊ ഈ നമ്മുടെ ഷോ കണ്ടിട്ടില്ലേ, അത് അങ്ങനെ കുറെ പേര് ഇത് ചിലപ്പോ കാണാൻ സാധ്യതയുണ്ട്. അല്ല, കാണുന്ന ഒരു 2000 പേരിൽ ചിലപ്പോൾ 500 പേര് അവരായിരിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നോക്കുന്ന ആശയങ്ങൾക്ക് ഒരു ഇൻസോംനിയയിൽ പറഞ്ഞു കൊടുക്കാൻ നോക്കുന്ന ആശയങ്ങൾക്കൊരു അതിന്റെ തുടക്കമാണ്. അതിൽ ഇത്തരം വരില്ല. ആ സ്വാഗ് കിട്ടും, അത് കിട്ടും, നല്ല കൈഡിയൊക്കെ കിട്ടും. പക്ഷെ അത് എനിക്ക് ഇപ്പൊ വേണ്ടെന്ന് തോന്നുന്നു. ഞാൻ നമുക്കത് കുഴപ്പമില്ല, അടുത്തൊരു ഇന്റർവ്യൂല് പറഞ്ഞാലും മതി. ഓക്കെ, ശരി ശരി. അത് കട്ട് ചെയ്യണ്ട, രസാണ്, നല്ലതാ. അതങ്ങനെ തന്നെ വെച്ചാൽ അതൊന്നും കട്ട് ചെയ്യണ്ട. പിന്നെ അങ്ങനെ തന്നെ, ഇതൊക്കെ അല്ലേ പ്യൂർ സാധനല്ലേ. അപ്പൊ കട്ട് ചെയ്യണോ അവന്? എടാ നിനക്ക് എന്റെ വേണ്ടേ? കട്ട് ചെയ്യാൻ അത് നല്ലതാ. അത് അങ്ങനെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാ